വർഷം അനുസരിച്ച് ഒരു 50,000 രൂപയുടെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതോ? അത് ശരി. ഒരു ചെടിക്ക് 50,000 രൂപ. ചേട്ടൻ ഇതിനകത്ത് ഏറ്റവും വില കൂടിയ സാധനം ഒന്ന് കാണിച്ചു തന്നിട്ട്. 1000 രൂപയുടെ മേടിച്ചു. അതേ ഒന്ന് കാണിച്ചു തരുമോ ചേട്ടാ? ഈ 1000 രൂപയുടെ ചെടി മേടിച്ചത് പ്രൂൺ ചെയ്തിട്ട് ആ സാധനം അത്രേ ഉള്ളൂ. ഓ, ഇതാണ് 1000 രൂപയുടെ സാധനം അല്ലേ? ഇത് ചേട്ടൻ തന്നെ പ്രൂൺ ചെയ്ത് വെച്ചേക്കുന്ന. കമ്പ് പിടിക്കാൻ ചാൻസ് പിടിക്കും. ഇതെല്ലാം ബഡാല്ലേ? എല്ലാം ബഡാ ഉണ്ട്. ഇതെല്ലാം ബഡ് ചെയ്തിട്ട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഉണ്ടോ? കാഴ്ചയ്ക്ക് എല്ലാം ബേസിക് ആയിട്ടെല്ലാം ബോൾസായി ഗുണങ്ങളാണ്. പക്ഷേ ഓരോ പൂക്കളും വ്യത്യസ്തം നോക്കി ഉണ്ടോ? ആ ഒരു ഇതിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ളത് എല്ലാം ബഡ് ചെയ്ത് നിർത്തിയേക്കുക ഉണ്ടോ? ചേട്ടാ, പൊതുവെ ഇതിന് എന്തെന്ന് പേര് പറഞ്ഞാൽ ഈ സാധനത്തിന് അഡീനിയം എന്ന് പറയുന്ന ഒരു ജെൻസാണ് അല്ലേ മൊത്തത്തിൽ? ആ, അതിൽ വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഇങ്ങനെ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിക്കും. ആണല്ലേ? ഇതെല്ലാം കൂടെ ഈ കളക്ഷൻ എല്ലാം കൂടെ ടോട്ടൽ എത്ര കാണും ചേട്ടാ? 60 വെറൈറ്റി ഉണ്ട്. ഓ, ശരി. അത് ശരി. ഈ 60 വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂക്കൾ. ഇത് എത്ര നാളെ തന്നെ ഇതിൻ്റെ പൂ നിൽക്കും? ഒരാഴ്ച. വെള്ളം വീണാൽ പെട്ടെന്ന് പോകും. ആണോ? വെള്ളം വേണ്ട. വെള്ളം വേണ്ട അതിന്? വെള്ളം മാക്സിമം കുറച്ച് മതി. ആഴ്ചയിൽ ഒന്ന് നനച്ചാൽ മതി. ആ ചുവട്ടിലുള്ള ആ മുഴ ഉണക്കുള്ള വെള്ളം ശേഖരിച്ച് വെക്കുന്നതെന്നോ അല്ലേ? വെള്ളം കൂടിയാൽ ചീഞ്ഞ് പോവും. ആഹാ, അത് ശരി. മാക്സിമം ഒരു ദിവസം 8 മണിക്കൂറായാലും വെയിൽ കിട്ടുമെങ്കിലേ പൂ ഉണ്ടാവുള്ളൂ. ഓ, അത് ശരി. മഴക്കാലത്ത് പോവില്ല. ഓ, വെയിലടിക്കണം. അതുകൊണ്ടാണ് ചേട്ടന് ഓപ്പണായി വെച്ചേക്കുന്നല്ലേ? ഇത് നമ്മളിന്ന് കൊണ്ടേ ഇങ്ങനെ ഈ ബഡ് ചെയ്ത സാധനം എത്ര നാൾ കഴിയുമ്പോഴാണ് കായ്ക്കുന്നത്? ബഡ് ചെയ്തൊരു 3 മാസം 4 മാസത്തിനുള്ളിൽ പോവാം. ആണോ? ഇതിൻ്റെ ആയുസ് എന്തോരം കാണുമായിരിക്കും ടോട്ടൽ? ആ, ഓ, അത്രയായിട്ടുള്ളതുണ്ടല്ലേ? അത് ശരി. ഇപ്പോൾ ആണോ? ചേട്ടൻ്റെ ഇവിടെ ഈ പൂക്കൾ എത്ര നാൾ നിന്ന് കണ്ടിട്ടുണ്ട്? പൊഴിയാതെ ഒരാഴ്ച അല്ലേ? അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. ഇതാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലോട്ടെ. ഞാൻ യാദൃച്ഛമായിട്ട് കണ്ടപ്പോൾ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഇതിനോടുള്ള പ്രത്യേകം പാഷനുള്ള ഒരാളാണ്. റോസ് പൂക്കളുണ്ട്, മറ്റ് പൂക്കളുണ്ട്. ഏത് റോസിൻ്റെയോ? അത് ശരി. വെറൈറ്റി ഉള്ളൂ. നമ്മൾ സാധാരണ കാണാത്ത ഒത്തിരി ഇനങ്ങളാണ് ഇദ്ദേഹം ഇവിടെ ചെയ്തേക്കുന്നത്. ഇദ്ദേഹത്തിന് ഇതിനോട് ആന്തൂറിയം പല വെറൈറ്റി ഉണ്ട് അല്ലേ? ആന്തൂറിയം കുറേ ഉണ്ട്. ഉണ്ടോ? ഇങ്ങനെ വെറൈറ്റി വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂക്കളുടെ ഒരു ഇതാണ്. ഇതൊരു ഗ്രാമീണ പ്രദേശമാണെങ്കിലും ഇദ്ദേഹം ഇതിനോട് പ്രത്യേകം പാഷനുള്ളതുകൊണ്ട് പല സംഘടനകളിൽ നിന്ന് മേടിച്ച്, പിന്നെ ഓർക്കിഡും കുറേ അദ്ദേഹത്തിന് ഉണ്ടോ? ഇതെല്ലാം ഓർക്കിഡിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇച്ചിരി ക്ലോസ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. അതാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതാ ലിപ്സ്റ്റിക് പ്ലാന്റ്. ഓക്കെ, കൊള്ളാലോ. ഈ തൂങ്ങിക്കിടക്കുന്ന സാധനങ്ങൾ എന്നാ കേട്ടാ? മങ്കി ടൈലാണ്. ആ, ഇത് ഓർക്കിഡ് എന്ന് പറയും അല്ലേ? ഇത് മങ്കി ടൈൽ എന്ന് പറയും. ആ, അത് ശരി. അതിന്റെ 4 കളറുണ്ട്. ഈ ഓർക്കിഡിന്റെ പ്രത്യേകം 4 എത്ര എണ്ണമുണ്ട്? 6 മാസമൊക്കെ പൂവിക്കുന്നുണ്ട്. ഏത് 6 മാസം ഓർക്കിഡ്? അത്ര ലാസ്റ്റ് ചെയ്യുന്ന അല്ലേ? ഓർക്കിഡ് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യും. അത് ശരി. ഇയാളെ കണ്ടു ഒരെണ്ണം 1 വർഷം വരെ പൂവിക്കുന്നതെന്ന് പറയേണ്ടവർ ഉണ്ടോ? ഇദ്ദേഹത്തിൻ്റെ കളക്ഷനാണിത്. നമുക്കിനി ആ വ്യക്തി ഒന്ന് പരിചയപ്പെടാം. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടെ. അല്ല, ഇതാണ് ചേട്ടൻ്റെ പേരെന്താ? ഷാജി അല്ലേ? ഇവിടെ വന്നിട്ട് ഒത്തിരി കാലമായോ? ഇത് വീട് വെച്ച് കാണിച്ചിട്ട് ഇപ്പം 10-15 വർഷമാണ്. ആണ്. നേരത്തെ തൊട്ട് ചെടികളോട് പ്രിയം ഉണ്ടായിരുന്നല്ലേ? അത് ശരി. ആ, ഇനിയും കൂടുതൽ വെറൈറ്റി വാങ്ങാനാണ് പ്ലാൻ അല്ലേ? ഇപ്പം ഇവിടുന്ന് സെയിൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ സെയിലില്ല. കൊടുക്കാനല്ല, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിനാണ് ഇദ്ദേഹം ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിലേക്ക് ചിലപ്പോൾ കൊടുക്കുമെന്ന് അറിയത്തില്ല അല്ലേ? അതെ, ഇപ്പോൾ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് ഞാൻ കണ്ടുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുന്നതാണ്. മുറ്റത്തിന് ചുറ്റും ഇത് തന്നെയാണ് വീടിന് ചുറ്റും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ, അതുപോലെ തന്നെ വൃക്ഷങ്ങൾ. ഇതെന്താണ്? പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഉണ്ടോ? അതിൻ്റെ ഒരു വരവ്
ഇത് എത്ര വർഷമായതാ ഈന്ത്? 12 വർഷം. 12 വർഷം പഴക്കമുള്ള ഈന്താണ്. പക്ഷേ ഇത് വളർച്ച കുറവാന്ന് തോന്നുന്നു അല്ലേ? ഒരു വർഷം ഒരു സ്റ്റെപ്പ് അല്ലേ ഒരു സ്റ്റെപ്പ് വരെ ഒരു വർഷം വരത്തുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ കായ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും ഉറപ്പില്ല. ഇതിൻ്റെ ആണും പെണ്ണും ഉണ്ടതാണ്. ഓ അതാണ്, അങ്ങനെയാണല്ലേ? ആണ് ഞാൻ കണ്ടത്. ഈ മുള്ളുള്ള ആണും മുള്ളില്ലാത്ത ഇനമാണ് പെണ്ണെന്നൊക്കെ പറഞ്ഞൊരു. ഇത് മുള്ളുള്ളതാണോ ഏട്ടാ? ഇത് മുള്ളുള്ളതാണോ? മുള്ളുള്ള മുള്ളുള്ള ഇനമാണല്ലേ? നമുക്ക് അതിനെക്കുറിച്ച് ഉറപ്പൊന്നുമില്ല. ഓക്കെ ഓക്കെ, തമിഴിൽ ഇട്ടേക്കുന്നത്. അത് ശരി. ഏതായാലും നല്ല ഭംഗി. അതിൻ്റെ തൈ വിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ കണ്ടോ എന്നാ ഭംഗി നോക്കിയപ്പോൾ അതിൻ്റെ അത് വിടുന്നതിന് മുമ്പ് ഈ കൈകൾ കാണാനായിട്ട് നോക്കി. മുള്ളില്ലാത്തതിന് അവർ തൈ കൊടുക്കുന്ന 1000 രൂപ വാങ്ങിക്കും. ആയി നല്ല സൂപ്പർ വ്യൂ ഉണ്ടോ, കൊട പോലെ നിൽക്കുന്നു. അതെന്നെ കൊങ്ങിണിയുടെ വെറൈറ്റി ആണോ ഏട്ടാ? കൊങ്ങിണിയാണത്? ഏതാ അസീനിയ? ഈ നിൽക്കുന്നവരെ ഇതൊക്കെ അസീനിയ എന്ന് പറയുന്നു.